തലസ്ഥാന നഗരത്താകെ പോലീസ് വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കാരണം ഇടവഴികളിലെല്ലാം തന്നെ പ്രിയ നേതാവിനെ കാണുന്നതിന് വേണ്ടിയുള്ള പാർട്ടി പ്രവർത്തകരുടെ അല്ല, സാധാരണ ജനങ്ങളുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തെല്ലാം സർക്കാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും എല്ലാം വി എസിന് നേരിൽ കാണുകയോ അല്ലെങ്കിൽ വി എസിന്റെ അടുത്തേക്ക് പരാതികളുമായും ആവശ്യങ്ങളുമായും എത്തിയവർ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരം ആളുകളുടെ ഒരു വലിയ കൂട്ടം തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം കാണാം. അത് കേവലം CPIM പ്രവർത്തകരുടെ സാന്നിധ്യമായി നമുക്ക് വി എസിന്റെ കാര്യത്തിൽ കാണാനേ സാധിക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വി എസിനെ അനുസ്മരിച്ച് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇറക്കിയ പ്രസ്താവന, അനുശോചന കുറിപ്പിൽ തന്നെ അത് വ്യക്തമാണ്. വി എസ് ഒരു കാലഘട്ടമാണ്, വി എസ് എന്ന രണ്ടക്ഷരം ഒരു വികാരമാണ്. ആ വി എസ് ഇന്നിപ്പോൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയെങ്കിലും അദ്ദേഹം ഉയർത്തിയ ഒരുപാട് വിഷയങ്ങൾ അത് കേരളത്തിൽ അങ്ങനെ നിലനിൽക്കും. പ്രശാന്ത് നേരത്തെ പറയുന്നുണ്ടായിരുന്നു 2019 വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഒരു പൊതു പ്രസംഗം, ഒരു പൊതു സമ്മേളനത്തിന്റെ ഭാഗമായൊക്കെ കൂടുതൽ പ്രത്യക്ഷനായത്. അതിനുശേഷം വലിയൊരു കാലയളവ് നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. 2019 എന്ന് പറയുമ്പോൾ 78 വർഷമായി അപ്പോഴേക്കും അദ്ദേഹം ഈ പാർട്ടി പ്രവർത്തന ചരിത്രത്തിൽ തന്നെ തന്നെ ഇടചേർത്തിട്ട് 1940 അദ്ദേഹത്തിന് സഖാവ് പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശമനുസരിച്ച് സൈമൺ മെമ്പർഷിപ്പ് നൽകുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് അപ്പോൾ അത്രയും കാലം അത്രയും മുതിർന്ന ഒരു പാർട്ടി അംഗത്വം ദേശീയ തലത്തിൽ തന്നെ ഇപ്പോഴും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്രയേറെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അതിൻ്റെ രാഷ്ട്രീയത്തെ ഇത്ര വ്യക്തവും ഇത്ര സുനിശ്ചിതമായും പറഞ്ഞു വെച്ച ഒരു നേതാവിന് കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിനൊപ്പം കേരളവും യാത്ര നൽകുന്നത്. തീർച്ചയായും, അതായത് പാർട്ടി ചട്ടക്കൂടുകളിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടിക്ക് വിധേയനായി നിന്ന് പാർട്ടി ആശയങ്ങൾക്ക് വേണ്ടി ജനകീയ അടിത്തറ പാകുന്ന കാലഘട്ടമായിരുന്ന 1940 മുതൽ 2001 വരെ വി എസിനെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളിലും വി എസ് കടുംപിടുത്തക്കാരനായിരുന്നു. പക്ഷെ അതായത് പ്രത്യേകിച്ച് 1980 അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയത് മുതൽ 92 വരെയുള്ള 12 വർഷക്കാലം അത് വി എസ് എന്ന രാഷ്ട്രീയ നേതാവിനെ കേരളം അടയാളപ്പെടുത്തിയ വേറെ രീതിയിലാണ്. പക്ഷെ അതിനുശേഷം 91 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി 3 ടേം വരുന്ന സമയത്താണ് വി എസ് ഒരു ജനകീയ മുഖത്തിലേക്ക് വരുന്നത്. നേരത്തെ എല്ലാം ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയെല്ലാം നിലനിൽക്കുമ്പോഴും അദ്ദേഹം ഒരു പാർട്ടി നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ വിലയിരുത്തപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തി.